ധർമ്മധ്വജൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ ഉയർത്തി നിർത്തി ജീവിക്കുന്നവൻ, ധ്വജമാക്കിയവൻ. മനസ്സിലായില്ലേ? അപ്പൊ ജീവിതത്തിൽ അത്യന്തം ശ്രേഷ്ഠമായി ജീവിതത്തിൽ ധർമ്മത്തെ ആചരിക്കും. നമ്മൾ ഈ പുരാണങ്ങളിലെ പേരുകളൊക്കെ വളരെ പ്രധാനമാണ്. ഈ പേരുകളിൽ നിന്ന് തന്നെ അവരുടെ ഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ധർമ്മധ്വജന് മാലതി എന്ന് പറയുന്ന പത്നി ഉണ്ടായിരുന്നു. അവരുടെ പുത്രിയായിട്ട് അത്യന്തം ശ്രേഷ്ഠയായ തുളസി ജനിക്കുന്നു. തുളസി എന്ന പെൺകുട്ടി ജനിച്ചു. വളരെ കാലം ഈശ്വര ആരാധനയൊക്കെ നടത്തി അതിൻ്റെ ഫലമായിട്ടാണ് ഈ പെൺകുട്ടി ജനിച്ചത്. ഈ പെൺകുട്ടി വളർന്ന് എല്ലാവിധമായ വിദ്യയൊക്കെ അഭ്യസിച്ച് അത്യന്തം സുന്ദരിയായി വിദ്യാസമ്പന്നയായി ഗുണശാലിയായി വളർന്നു വരുന്ന ഈ കുട്ടി കുറച്ച് വിരക്തഭാവത്തിലാണ് ജീവിക്കുന്നത്. ഏകാഗ്രഭാവത്തിൽ ഒന്നിനോട് കൂടിച്ചേരാതെ ജീവിക്കുന്ന ഒരു തപസ്വിനിയെ പോലെയൊക്കെയാണ് ഈ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ പോകുന്നത്. അപ്പോൾ മാതാപിതാക്കൾ നോക്കുമ്പോൾ സാധാരണ ഓടിച്ചാടി കളിച്ചൊക്കെ നടക്കേണ്ട പ്രായത്തിൽ പോലും ഒരു തപസ്വിനിയെ പോലെ നിശബ്ദമായി മൗനമൊക്കെ ആചരിച്ച്, മനസ്സിലായില്ലേ, ഒരു യോഗീ ഭാവത്തിലാണ് ഈ പെൺകുട്ടി ജീവിക്കുന്നത്. അങ്ങനെ ഒരു പ്രായം എത്തുന്ന സമയം ഈ കുട്ടി തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിട്ട് അവരുടെ അനുവാദം വാങ്ങി തപസ്സിന് പുറപ്പെടും. സാധാരണഗതിയിൽ അങ്ങനെ പോകുന്നത് വളരെ കുറവാണ്. പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ തപസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മാതാപിതാക്കൾ വിവാഹാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ പറഞ്ഞു, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ തപസ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ആ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ബ്രഹ്മദേവന്റെ ദർശനമുണ്ടായി. അങ്ങനെ ബ്രഹ്മദേവന്റെ ദർശനത്തിലൂടെ വരവലമൊക്കെ നേടി. ആ വരവലമൻ നേടിയതിന് ശേഷം ഈ പെൺകുട്ടി വീണ്ടും തിരിച്ച് എവിടെ എത്തി? തൻ്റെ വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്ക് വന്നു ചേരുകയും ചെയ്തു. അപ്പോൾ ബ്രഹ്മദേവനെ തപസ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ മനസ്സിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വരനായി ലഭിക്കണം എന്നൊരു പ്രാർത്ഥന ഉടലെടുക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യമേ വിവാഹം വേണ്ടാന്ന് പറഞ്ഞു. പിന്നീട് ഈ തപസ്സിൻ്റെ ഇടയിലേക്ക് വന്നപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ വരം ഉള്ളിൽ നിന്നൊരു പ്രേരണ പോലെ ചോദിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, അതങ്ങനെ ആയിത്തീരട്ടെ എന്ന് വരമൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്തരത്തിൽ വരമൊക്കെ നേടിയ ശേഷമാണ് കൊട്ടാരത്തിൽ. ഇവിടെ ഈ ധർമ്മധ്വജന്റെ പുത്രിയായി ജനിച്ച തുളസിക്ക് ഒരു പൂർവ്വ വൃത്താന്തം. ആ പൂർവ്വ വൃത്താന്തം എന്ന് പറയുന്നത് വൃന്ദാവനത്തിൽ കൃഷ്ണന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് ഈ തുളസി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ വൃന്ദാവനത്തിൽ ഗോപികമാരോടൊപ്പം വന്ന് ഭഗവാൻ ഉല്ലസിക്കുന്ന സ്ഥലത്ത് വളരെ പൂത്തുലഞ്ഞു നിന്നൊരു വൃക്ഷമാണ് തുളസി. ആ തുളസിയുടെ ആ ഇലകൾ പിച്ചിയിട്ട്, തുളസിയുടെ കതിരി പിച്ചിയിട്ട് ഭഗവാൻ പലപ്പോഴും ഗോപികമാരുടെ മുടിയിൽ തിരികെ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഗോപികമാർ അവർ ഏർപ്പെടുന്ന ഭഗവാനുമായി കളികളിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ ഈ തുളസിയുടെ ആ വാസനയുള്ളത് കൊണ്ട്, അതിൻ്റെ സുഗന്ധമുള്ളത് കൊണ്ട് അവർ മാല കെട്ടി ഭഗവാന്റെ കഴുത്തിലും ചാർത്തുമായിരുന്നു. അപ്പം ഇതെല്ലാം ആസ്വദിച്ചു കൊണ്ട് നിന്നിരുന്ന ചെടിയാണ് തുളസി. അപ്പം ഈ തുളസിയുടെ മനസ്സിൽ അന്ന് തന്നെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഭഗവാനെ നേടണം എന്നുള്ളൊരാഗ്രഹം. ആ ആഗ്രഹത്തോടെ നിന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഭഗവാൻ വൃന്ദാവനം ഉപേക്ഷിച്ചു പോയി. ഇല്ലേ? എല്ലാ കാലത്തും ഭഗവാൻ വൃന്ദാവനത്തിലുണ്ടോ? ഇല്ല. ഭഗവാന്റെ ഓരോ ജന്മദൗത്യം അനുസരിച്ച് ജനിച്ച ഉടനെ തന്നെ അമ്മയെ ഉപേക്ഷിച്ചു, നേരെ വളർത്തമ്മയുടെ അടുത്തെത്തി. ഇല്ലേ? ദേവകിയെ അടുത്തുനിന്ന് കംസന്റെ കാരാഗൃഹത്തിൽ നിന്ന് എവിടെ എത്തി? അവിടെ യശോദയുടെ അടുത്തെത്തി. കുറേ കാലം ഗോകുലത്തിൽ കഴിഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് ഗോകുലം വിട്ട് അവിടേക്ക് പോയി, വൃന്ദാവനത്തിൽ പോയി, യമുനാതീരത്തേക്ക് എത്തി. വൃന്ദാവനത്തിൽ നിന്ന് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ യശോദയും ഗോപികമാരെ എല്ലാവരെയും ഉപേക്ഷിച്ചു, നേരെ കംസനെ നിഗ്രഹിക്കാൻ വേണ്ടി പോയി. കംസ നിഗ്രഹത്തിന് ശേഷം കുറച്ച് നാൾ മധുരയിൽ വസിച്ചു. അത് കഴിഞ്ഞ് ജരാസന്ധനോടുള്ള യുദ്ധവും കാലനേമിയുടെ വരവും ഒക്കെ ഉണ്ടായപ്പോൾ കടലിൻ്റെ മധ്യഭാഗത്തായിട്ട് ദ്വാരക എന്നൊരു പുതിയൊരു സ്ഥലം നിശ്ചയിച്ചു. ആ പുതിയ സ്ഥലത്തേക്ക് താമസം മാറി. ഇങ്ങനെയാണ് ഭഗവാൻ തൻ്റെ കർമ്മത്തിനനുസരിച്ച് ഓരോ സ്ഥലം വിട്ടുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ പോകുന്ന വേളയിൽ അവിടെ ഈ തുളസി ചെടി അവിടെ നിന്ന് എന്ത് ചെയ്തു? ആ ഭഗവാനോടുള്ള സ്മരണയിൽ നിന്ന് അത് പതുക്കെ കൊണ്ട് ജീർണിച്ച് അത് ആ മണ്ണിലേക്ക് പട്ട് ആ മണ്ണിലേക്ക് ചേർന്നു. അതിൻ്റെ ആ ജീവാംശം സാക്ഷാൽ മഹാലക്ഷ്മിയിലേക്കും ചേർന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു പൂർവ്വ വൃത്താന്തം കൂടി ആർക്കുണ്ട്?
ഈ തുളസിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ നേടണം എന്നൊരാഗ്രഹം ഈ തുളസിയുടെ മനസ്സിൽ ഉള്ളത്. അങ്ങനെ ആ ആഗ്രഹത്തോടു കൂടി നിൽക്കുമ്പോഴാണ് മാതാപിതാക്കള് വിവാഹ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആലോചനയൊക്കെ ആയി. കാരണം എന്താ, തപസ് ചെയ്യാൻ പോകുമ്പോൾ ഏകാഗ്നിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യോഗീ ഭാവമാണെങ്കിൽ തിരിച്ചു വന്നപ്പോൾ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ മാതാപിതാക്കൾ വിവാഹ ആലോചനയൊക്കെ തുടങ്ങിയ സമയത്ത് വീണ്ടും തുളസി പറഞ്ഞു, എനിക്ക് വിവാഹം വേണ്ട. കാരണം നിങ്ങൾ ആരും കണ്ടെത്തുന്ന വരനെയല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബദരിയിലേക്ക് വീണ്ടും തപസ് ചെയ്യാനായിട്ട് പോകണം. ഈ ബദരി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നരനാരായണ ഋഷിമാരുടെ തപോകേന്ദ്രമായ സ്ഥലമാണ് ബദരി. അവിടെ വെച്ചിട്ടാണ് നരനാരായണന്മാരെ പരാജയപ്പെടുത്താൻ കാമദേവൻ അവിടെ അപ്സരസുകളൊക്കെ ആയിട്ട് പോയി പരാജയപ്പെട്ടതും ഉർവശിക്ക് ജന്മം കൊടുത്ത സ്ഥലവും അതുപോലെ തന്നെ പ്രഹ്ലാദനുമായി യുദ്ധം ചെയ്ത സ്ഥലവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ബദരി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ബദരിയിൽ നരനാരായണമൂർത്തിമാരുടെ തപോകേന്ദ്രമായ ബദരിയിലെത്തി തപസ് ചെയ്യാൻ ആര് തുടങ്ങി? തുളസി തുടങ്ങി. അങ്ങനെ തുളസി അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കെ അവിടെ മറ്റൊരാളും കൂടി തപസ്സിന് വന്നു. വളരെ യുവാവായിട്ടുള്ള ശംഖചൂഡൻ എന്ന് പറയപ്പെടുന്ന ഒരു ആളും കൂടി അവിടെ തപസ്സിന് വന്നു. ഇദ്ദേഹം ഒരു ഗന്ധർവാസുരനാണ്. ഗന്ധർവനിൽ നിന്നാണ് ജന്മമെടുത്തതെങ്കിലും അസുരഭാവത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം കൂടി തപസ് ചെയ്യാൻ വന്നു. അങ്ങനെ ഇവർ തപസ് ചെയ്യാൻ വേണ്ടി ഒരേ കേന്ദ്രത്തിലാണ് യൗവനയുക്തരായ രണ്ടുപേരും വന്നത്. അങ്ങനെ വന്ന വേളയിൽ ഈ തുളസിയെ കണ്ടുകൊണ്ട് ശംഖചൂഡൻ ചോദിച്ചു, അവിടുന്ന് ആരാ? സാധാരണഗതിയിൽ ഈ പ്രായത്തിൽ പെൺകുട്ടികൾ തപസ് ചെയ്യാനായി കഠിനമായ തപസ്സിൽ ഏർപ്പെടാനൊന്നും അങ്ങനെ പോകാറില്ല. കാരണം സ്ത്രീകൾ എന്ന് പറയപ്പെടുമ്പോൾ പൊതുവിൽ കുറച്ച് കാരുണ്യം, ദയ, അതുമാത്രമല്ല ഈ കൂടുതൽ പ്രതിസന്ധികളെ താങ്ങാൻ പറ്റാത്ത മൃദുല വികാരങ്ങളാണ് കൂടുതലും സ്ത്രീ സഹജമായി കാണപ്പെടുന്നത്. അവിടെ കഠിനമായ തപസ്സിൽ ഏർപ്പെടുക എന്നുള്ള ശീലമൊന്നും അങ്ങനെ പൊതുവിൽ ആർക്കുണ്ടാവില്ല. സ്ത്രീ എന്നുവെച്ചാൽ സ്ത്രീജനങ്ങളാരും തപസ് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞാൽ, അത്രയധികം ദൃഢമായ അവസ്ഥയിൽ എത്തുന്നവർ മാത്രമേ അതിങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാറ് ഉള്ളൂ. അതുകൊണ്ട് നീ ആരാണ് എന്ന് ചോദിച്ചു. ആ സമയത്ത് ഈ കുട്ടി പറഞ്ഞു, ഞാനിങ്ങനെ ധർമ്മധ്വജന്റെ പുത്രിയാണ്, ഞാനിവിടെ തപസ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയിച്ചു. തൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള തൻ്റെ ഇഷ്ടം, ഇതെല്ലാ കാര്യങ്ങളും അവിടെ ഉണർത്തിച്ചു. അപ്പോൾ ഇതെല്ലാം കേട്ട് ശംഖചൂഡനോട് ചോദിച്ചു, അങ്ങാരാണ്? ശംഖചൂഡൻ പറഞ്ഞു, ഞാനും തപസ് ചെയ്യാനായിട്ട് എത്തിയതാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവർ തമ്മിൽ പരസ്പരം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ശംഖചൂഡൻ പറഞ്ഞു, നിങ്ങളുമായിട്ടൊരു പൂർവ്വ ബന്ധം അല്ലെങ്കിൽ ഒരു അടുപ്പം എനിക്കുമുണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്താ, വൃന്ദാവനത്തിൽ വസിച്ചിരുന്നാണല്ലേ ഈ തുളസി പൂർവ്വജന്മത്തിൽ. ആ കഥകളും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഇവിടെ ഈ ശംഖചൂഡൻ എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിലെ ഭഗവാന്റെ സുഹൃത്തായിരുന്ന ഒരു ഗോപകുമാരനാണ്. മനസ്സിലായില്ലേ? ആ സുഹൃത്തായിരുന്ന ഗോപകുമാരനെ രാധാദേവി ശപിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് അടുത്ത ജന്മം അസുരഭാവത്തിൽ ആര് വരുന്നത്? ശംഖചൂഡൻ ജനിക്കുന്നു. ഇവിടെ രാധാദേവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരേ കാര്യം 2 തവണ പറഞ്ഞാൽ അത് ഫലിക്കും. ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലിക്കും. അപ്രകാരം ഈ രാധയ്ക്ക് കൃഷ്ണനോട് എപ്പോഴും ഒരു അധികാരഭാവമുള്ളത്. ഈ സ്നേഹം ഒരു പരിധി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതെന്തായി മാറും? ഒരു നിയന്ത്രണമായി മാറും. മനസ്സിലായില്ലേ? ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ അധികാരഭാവം ഉറപ്പിക്കലാവും. അങ്ങനെ ഒരു അധികാരഭാവമാണ് ആർക്കുള്ളത്? രാധയ്ക്ക് കൃഷ്ണനോടുള്ളത്. എല്ലാം തന്നോട് ചോദിക്കണം, അല്ലെങ്കിൽ താൻ പറയുന്നത് അനുസരിക്കണം. ഈ സ്നേഹത്തിന് അങ്ങനെ ഒരു അപകടമുണ്ട്. മനസ്സിലായില്ലേ? അത് അമിതമായി വളർത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ദോഷവും ചെയ്യും. കാരണം ഒരു പരിധിക്കപ്പുറത്ത് നമ്മൾ എല്ലാവരെയും എല്ലാ കാര്യത്തിലും നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് മനസ്സിലാക്കാതെ നമ്മൾ എല്ലാ കാര്യത്തിലും നിയന്ത്രിക്കാൻ ചെല്ലുമ്പോൾ അവസാനം സർവ്വ നിയന്ത്രണവും പൊട്ടിച്ചെറിയാൻ വേണ്ടി, മനസ്സിലായില്ലേ, ഇല്ലാത്ത ദേഷ്യം ഉണ്ടാക്കി വേണമെങ്കിലും തിരിച്ച് പ്രതികരിക്കും. ഇതാണ് ഒരു പൊതുവായ സ്വഭാവം. പക്ഷെ ഇവിടെ രാധ എല്ലാ കാര്യത്തിലും, കാരണം രാധ എന്ന് പറയുന്നത് കൃഷ്ണനേക്കാൾ മൂത്ത ആളും കൂടാണ്. മനസ്സിലായില്ലേ? രാധ കുറച്ചുകൂടെ മുതിർന്ന ആളാണ്. ഇവിടെ കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയം എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഈ ഭൗതിക ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രായബന്ധിതമായ പ്രണയമല്ല കൃഷ്ണ ഗോപികാമാർ തമ്മിലുള്ള പ്രണയം എന്ന് പറയപ്പെടുന്നു. അവിടെ ശാരീരിക ബോധതലത്തിലല്ല, അത് ആത്മതലത്തിലുള്ള ഭാവമാണ്. മനസ്സിലായില്ലേ? അതാണ് ഈ ഗോപികമാരിൽ ഒരാളെ പോലും ആരും വിവാഹം കഴിച്ചിട്ടില്ല. ഭഗവാൻ വിവാഹം കഴിച്ചിട്ടുണ്ടോ? നമ്മൾ മധ്യാഹ്ന സമയത്ത് ഭഗവാന്റെ 8 വിവാഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പിന്നെ ഒരു 16,000 ഉണ്ടെന്ന കണക്കൊക്കെ ഇവിടെ പറഞ്ഞു. ഈ 16,000-ലും 8-ലും ഒന്നും ആരും പെട്ടിട്ടില്ല. ഗോപികമാരാരും പെട്ടിട്ടില്ല.
ഗോപികമാരെന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ നേടാൻ വേണ്ടി മാത്രം ജനിച്ചവർ. അതാണ് ഗോപിക എന്ന വാക്കിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ജ്ഞാനത്തെ നേടാൻ വേണ്ടി ഭഗവാനെ ജ്ഞാന സ്വരൂപത്തിലാണ് അറിയാനാണ് ഗോപികമാർ. അതുകൊണ്ടാണ് ഗോപികമാരെ ഉയർത്താൻ വേണ്ടി ഭഗവാൻ പ്രധാനമായ 3 ലീലകളാടി. ഒന്ന് വെണ്ണാപഹരണം, മനസ്സിലായോ? രണ്ടാമത് വസ്ത്രാപഹരണം, 3 രാസലീല. അതിൽ വെണ്ണാപഹരണത്തിന്റെ തത്വം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ സാധിക്കും ഗോപികമാർക്ക് അല്ലെങ്കിൽ ഭഗവാൻ ഗോപികമാർക്ക് കൊടുത്ത മെസ്സേജ് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? ഇപ്പൊ ഭഗവാൻ വെണ്ണ അപഹരിച്ചു എന്നൊരു ആരോപണം ഉണ്ടല്ലോ, അല്ലേ? ഭഗവാന്റെ കഥകളിൽ നമ്മളിപ്പോഴും ഭഗവാന്റെ ഭക്തരായിരുന്നു കൊണ്ട് ഇപ്പോഴും നമ്മളും പറയുന്നത് എങ്ങനെയാ? വെണ്ണ കട്ടൊരു കള്ളനല്ലേ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ശരിയാണോ? ഈശ്വരൻ ഒരിക്കലും കള്ളനും ആവില്ല, കള്ളൻ ഈശ്വരനും ആവില്ല. ആവോ? ഒരിക്കലും ആവില്ല. അപ്പം എന്താണ് ഭഗവാൻ ചെയ്തത്? ഭഗവാനെ കുറിച്ച് ഈ പരാതി പറയുന്നത് ആരാ? ഗോപികമാരാണ്, അല്ലേ? ഈ ഗോപികമാർക്ക് എന്തെങ്കിലും ദേഷ്യമോ ശത്രുതയോ ഉണ്ടോ ഭഗവാനോട്? ഉണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരാണ്? ഭഗവാനാണ്. സ്വന്തം മക്കളെക്കാൾ, ഭർത്താവിനേക്കാൾ, അല്ലേ, സഹോദരങ്ങളെക്കാൾ എല്ലാം ഗോപികമാർക്ക്, ഇനി അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ സ്വന്തം ശരീരത്തേക്കാൾ അവർക്ക് പ്രിയപ്പെട്ടത് കൃഷ്ണനാണ്. അങ്ങനെയുള്ള കൃഷ്ണനെതിരെയാണ് പരാതി പറയുന്നത്. ആരോടാ പരാതി പറയുന്നത്? അമ്മയോടാണ്. അമ്മയ്ക്ക് കുഞ്ഞിനോട് പ്രിയപ്പെട്ടതാണെന്ന് പറയേണ്ട ആവശ്യമില്ല, അവിടെയും പ്രിയമാണ്. ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം കുഞ്ഞ് നാട്ടുകാർ വന്ന കള്ളനാണ്, കുഴപ്പക്കാരനാണെന്ന് പറയുന്ന കേൾക്കാൻ ഇഷ്ടപ്പെടുവോ? അമ്മ കുഞ്ഞിനെ വിളിച്ചിട്ട് കൊള്ളാം, മിടുക്കനാടാ, നീ എൻ്റെ മോൻ തന്നെ എന്ന് പറയുമോ? പറയില്ല. അമ്മയ്ക്ക് ദേഷ്യം വരും. അതൊരു കാര്യം. രണ്ടാമത് ദേഷ്യത്തിന് കാരണം, ഏറ്റവും കൂടുതൽ വെണ്ണയുള്ളത് ആരുടെ വീട്ടിലാണ്? യശോദയുടെ വീട്ടിലാണ്. അത്രയും വെണ്ണ വീട്ടിലിരുന്നിട്ട് കൊടുക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നവൻ മറ്റൊരു വീട്ടിൽ പോയിട്ട് അത് എടുക്കുന്നത്, അത് യശോദയുടെ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ വീട്ടിൽ ഇല്ലാത്തൊരു സാധനം വേറൊരു സ്ഥലത്ത് പോയിട്ട് ചിലപ്പോൾ എടുത്താൽ അത് ഇല്ലായ്മ കൊണ്ടാണെന്ന് പറയുന്നത്. അങ്ങനെയും അല്ല. ഈ പരാതി യശോദയെടുത്ത് പറയുമ്പോഴേ യശോദയ്ക്ക് ഈ ഗോപികമാരുടെ പരാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? കൃഷ്ണനെ പിടിച്ചു നിർത്തി ശിക്ഷ കൊടുക്കുക. ശിക്ഷ കൊടുക്കുമ്പോൾ മറ്റൊരു പരാതി പറഞ്ഞതിന് പരിഹാരമായല്ലോ, വേറൊരു വഴിയില്ല. അങ്ങനെ കൃഷ്ണ പിടികൂടി കൊണ്ടു നിർത്തി ഇവരെ മുന്നിൽ വെച്ച് തന്നെ അടിക്കാൻ തുടങ്ങും. ഈ അടിയങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ കൃഷ്ണൻ പറയാം, അമ്മേ, കൃഷ്ണൻ വെണ്ണ കട്ടിട്ടില്ല, അമ്മയുടെ മോൻ കള്ളനല്ല, അമ്മയുടെ മോൻ കള്ളനാവുമോ? ഒരു 3-4 കാര്യങ്ങൾ ഭഗവാൻ യശോദയുടെ മുമ്പിൽ ഉണർത്തി. ആദ്യത്തെ വാക്കിലാണ് കൃഷ്ണൻ കള്ളനല്ല, കൃഷ്ണൻ കക്കില്ലമ്മേ, അമ്മയുടെ മോൻ കള്ളനാവും. ഇതൊക്കെ ചോദിച്ചാൽ അമ്മയൊന്ന് പൊക്കി. കാരണം അമ്മയുടെ മോൻ കള്ളനാവില്ല വെച്ചതിൻ്റെ അർത്ഥം എന്താ? അമ്മ എന്നെ നന്നായിട്ടാണ് വളർത്തുന്നത്. എന്താ കാരണം? ഗോപികമാർ വന്ന് പറയുന്ന പരാതി എങ്ങനെയാണ്? യശോദേ, നിനക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ ഇവിടെ ജീവിക്കണം. ഒന്നെങ്കിൽ അവനെ നീ മര്യാദയ്ക്ക് വളർത്തണം, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ പിടിച്ച് കെട്ടിയിടണം. ഇതാണ് പരാതി. അപ്പം മര്യാദയ്ക്കല്ല വളർത്തുന്നതെന്നാണ് ഗോപികമാരുടെ പരാതി. അവിടെയാണ് കൃഷ്ണൻ പറഞ്ഞത് അമ്മയുടെ മകൻ കള്ളനാവും, അമ്മ എന്നെ വളരെ കൃത്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പറയും, അമ്മയെ, ഇവരുടെ മകനാണ് കള്ളൻ. ആരാ? പരാതി പറഞ്ഞു വന്നില്ലേ? ഈ പരാതിക്കാരിയുടെ മോനാണ് കള്ളൻ. അത് ഇവർക്കറിയാം. എന്നിട്ട് ഇവരത് മറച്ചു വെച്ചുകൊണ്ട് അമ്മയുടെ മകനെ കള്ളനാക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇവരാണ് പെരുങ്കള്ളി, വാദിയ പ്രതിയ. ഇപ്പൊ ഇവിടെ 2 വാദം വന്നല്ലോ. അവസാനം കൃഷ്ണനെ അടിക്കുന്നത് കണ്ട് ഗോപികമാർ യശോദയോട് വഴക്കൂടും. ആദ്യം വരുന്ന കൃഷ്ണന്റെ കുറ്റം പറയാൻ, അടി തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ യശോദയുടെ മേലായി കുറ്റം. എന്താ, ഒരു കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ അടിക്കാവോ? അവൻ ചെയ്ത തെറ്റ് പറഞ്ഞ് ഞങ്ങളെ മുമ്പിൽ വെച്ച് ഇത്രയും അടിക്കുന്നത് ഞങ്ങൾ കാരണം ഒരു കുഞ്ഞിനെ മർദ്ദിക്കുന്നു എന്ന് വരുത്താനില്ലേ എന്നൊക്കെ ചോദിച്ചാൽ യശോദയുടെ വഴക്കൂടും. എന്നിട്ട് അവർ കൃഷ്ണനെ തലോടിയിട്ട് തിരിച്ചു. അപ്പോൾ പിണക്കം കൃഷ്ണമായിട്ടുള്ളത് തീർന്നു, യശോദയായിട്ട് പിണങ്ങി തിരിച്ചു. ഇവിടെ 2 വാദം വന്നു. ഭഗവാന്റെ വാദവും, അല്ലേ, പിന്നീട് ഈ ഗോപികമാരുടെ വാദം. ഗോപികമാർ പറയുന്നു കൃഷ്ണനാണ് കള്ളൻ. നമ്മൾ നോക്കുമ്പോൾ ചിത്രത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി ഭഗവാന്റെ വാദം ഒന്ന് എടുത്ത് നോക്കേ. എന്താ ഭഗവാൻ പറഞ്ഞത്? ഞാൻ കള്ളനല്ല. ഇപ്പൊ നമ്മളിവിടെ ആരുടെ വാദത്തെ എടുക്കണം? അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ കള്ളാന്ന് വിളിച്ചതോ? പെണീക്ക് നേരത്തെ ഒടിയിക്കും. അപ്പോ ഇവിടെ ഭഗവാന്റെ വാദത്തെ നമ്മളിവിടെ എടുക്കണം. കാരണം ഭഗവാൻ
ഒരിക്കലും കളവ് പറയുന്ന ആവശ്യമില്ല. ഇവിടെ എന്താ പറഞ്ഞതിൻ്റെ കാരണം? ഇവിടെ ആ ചിത്രത്തിലേക്ക് നമുക്കത് പോവാം. എല്ലാ ദിവസവും ഈ ഗോപികമാർ രാവിലെ എഴുന്നേറ്റാൽ കണി കാണാൻ വരെ ആഗ്രഹിക്കുന്ന കൃഷ്ണനെയാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നേരെ നോക്കുന്നത് നന്ദഗോപുര വസതിയിലേക്ക് കൃഷ്ണൻ വരുന്നുണ്ടോ, കൃഷ്ണൻ കാണുക എന്നത് സർവ്വ ഐശ്വര്യമാണ് ഗോപികമാർക്ക്. കൃഷ്ണൻ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം എന്ന ആഗ്രഹം ആർക്കുണ്ട്? ഗോപികമാർക്കുണ്ട്. അപ്പൊ രാവിലെ മുതൽ ഗോപികമാർ ഇത് ആഗ്രഹിച്ചുകൊണ്ടാണ് ജീവിതത്തിലേക്ക് ഉണരുന്നത്. ഇനി റോഡിലൂടെ ഇറങ്ങി നടന്നു പോകുമ്പോൾ കാണാൻ പറ്റും, പക്ഷെ വീട്ടിലേക്കൊന്ന് വരണം എന്നുള്ളത് വളരെ പ്രയാസമാണ്. ഇങ്ങോട്ടൊന്ന് വാ മോനെ എന്ന് വിളിച്ചാൽ എന്ത് ചെയ്യും? തിരിഞ്ഞു നടന്നു പോകും. മനസ്സിലല്ല, അത്ര അനുസരണയുടെ കാര്യത്തിൽ വളരെ കൃത്യമാണ്. ഈ കുട്ടികളെ ഒരിക്കലും അവർ സ്വയം തോന്നിയാണ് പലതും ചെയ്യുന്നത്. അവരെ അനുസരിപ്പിക്കാൻ വളരെ പ്രയാസമാണ്. ഇപ്പം തിരിഞ്ഞ് നടന്ന് പോകും. ആ സമയത്ത് വളരെ ചെറിയ പ്രായമാണ്. അപ്പം ഈ ഭഗവാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാനെ ആശ്രയിക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ തങ്ങളിലേക്ക് ചേർത്ത് നിർത്താൻ, ആ ഗൃഹത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഗോപികമാരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് അവർ പുറത്തെടുക്കും. ഗോപികമാർ പെരയ്ക്കകത്ത് ഇതിന് ഉറക്ക വിളിച്ചു പറയും, ഇന്ന് ഒരുപാട് വെണ്ണ കിട്ടിയിട്ടുണ്ട്, അതെന്ത് ചെയ്യണം? ആ മുകളിലത്തെ ഉറിയിൽ വെക്കണം, അല്ലെങ്കിൽ 2 കലത്തിന്റെ ഇടയ്ക്കുള്ള ഭാഗത്ത് ഉറിയിൽ വെക്കണം എന്ന് ഉറക്ക വിളിച്ചു പറയും. എന്താ? അല്ലെങ്കിൽ അവന്മാര് കാണല്ലേ, അവന്മാരെടുത്തോണ്ടു. ഇത് രഹസ്യമായിട്ട് ആരും എടുക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? രഹസ്യമായിട്ടല്ലേ പറയണ്ടേ? നമ്മൾ ആരെങ്കിലും വീട്ടിൽ ചെന്ന് ഉറക്ക വിളിച്ചു പറയോ, ഇന്ന് കിട്ടിയ പൈസ ഉണ്ടല്ലോ 5 ലക്ഷം രൂപ, അത് ആ തലേണ അടിയിൽ വെച്ചാൽ മതി കേട്ടോ, വിളിച്ചു പറയുമോ? എന്താ പറയാത്ത? ഉറക്ക വിളിച്ചു പറയാത്തത് മറ്റുള്ളവർ കേട്ടെടുത്തോണ്ട് പോകും അല്ലേ? ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇത് കൃഷ്ണൻ കേൾക്കണം. മനസ്സിലായില്ലേ? ഇനി ചില ഗോപികമാർ ഒരു പടി കൂടി കടക്കും. പറച്ചിലല്ല, പ്രവൃത്തിയിലാണ്. വെണ്ണ കിട്ടിയതെല്ലാം ഉരുട്ടി കയ്യിലെടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങി നിൽക്കും. മനസ്സിലായില്ലേ? കൃഷ്ണൻ ഇങ്ങനെ നടന്ന് കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്നിട്ട് ഉറക്കെ അയലത്തെ വീട്ടിലെ ആരുടെയെങ്കിലും പേര് വിളിച്ച്, അവിടെ ആളില്ലെങ്കിൽ പോലും പേര് വിളിച്ചിട്ട് ഈ വെണ്ണ പൊക്കി കാണിക്കുന്നതേ കണ്ടില്ലേ, ഇന്ന് ഒത്തിരി വെണ്ണ കിട്ടിയിട്ടുണ്ട്, നല്ല വെണ്ണയാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഇത് ആര് കാണണം? കൃഷ്ണൻ കാണണം. ഇത് കാണലുമില്ല കേൾക്കലും ഇല്ലാത്ത ഭാവത്ത് കൃഷ്ണൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കൂട്ടുകാരെടുത്ത് ഈ കൂട്ടുകാർ മുഴുവൻ പ്രതീക്ഷിച്ചിരിക്കും. അവർ ചോദിക്കും ഇന്ന് എവിടെയാ? അപ്പം ഗോപിക അവിടെ ഭഗവാൻ എന്ത് ചെയ്യും? അതിലൊരു ഗോപകുമാരനെ മുന്നോട്ട് വിളിക്കും. എന്നിട്ട് പറയും, ഇന്നത്തെ ലീഡർ നീയാണ്. മനസ്സിലായി? ഇവരെ എല്ലാവരുടെയും ടോട്ടൽ ലീഡർ എന്ന് പറയുന്ന ഭഗവാനാണ്. പക്ഷെ അന്നത്തെ നേതൃസ്ഥാനം ആ കുട്ടിക്ക് കൊടുക്കും. എന്നിട്ടാണ് വീട് പറഞ്ഞു കൊടുക്കുക. അപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലാക്കുന്നത് അവൻ്റെ വീട്ടിൽ തന്നെ കയറുന്നത്. മനസ്സിലായില്ലേ? ഏത് വീട്ടിൽ നിന്നാണോ എണ്ണ എടുക്കേണ്ടത് ആ വീട്ടിലെ കുട്ടിയെ അന്ന് ഈ ലീഡറാക്കിയിട്ട് അവനോട് പറയും, നിന്റെ വീട്ടിൽ തന്നെയാ പോണം, നീ തന്നെയാണ് വീട് തുറന്നു തരേണ്ടത്. അങ്ങനെ ആ കുട്ടിയുടെ മുന്നിൽ നടത്തിയിട്ട് ബാക്കി എല്ലാവരും കൂടെ പോകും. അവനെ കൊണ്ട് ആ വീട് തുറപ്പിക്കുക. അത് വാതിൽ തുറക്കുകയോ ജനൽ പൊളിക്കുകയോ അല്ലെങ്കിൽ ഓടളക്കുകയൊക്കെ ആ വീട്ടിലെ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് വെണ്ണ ഇരിക്കുന്ന സ്ഥലം കൂടി ആ കുട്ടി കാണിച്ചു കൊടുക്കും. ഇത് എടുക്കുന്ന ജോലി മാത്രമാണ് ആർക്കുള്ളത്? ഭഗവാന്. കാര്യം എന്താ? എടുക്കുന്നവന് പലപ്പോഴും കിട്ടാറില്ല അല്ലേ? എടുത്തെടുത്ത് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കും. ഇതിങ്ങനെ ഭഗവാൻ ചെയ്യും. ഇത് കഴിഞ്ഞാൽ ഭഗവാന്റെ മാത്രമായൊരു പ്രവൃത്തിയുണ്ട്. ഈ വെണ്ണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കലം അടിച്ചു പൊട്ടിക്കുന്നത് പുള്ളിക്കാരൻ്റെ വീക്ക്നെസ്സാണ്. കലം പൊട്ടിച്ചിട്ടേ പുള്ളി പോത്തത്. അതാണ് ഈ ഗോപികമാരുടെ പരാതിയുടെ ഏറ്റവും വലിയ പ്രശ്നം. വെണ്ണ എടുത്തതല്ല പ്രശ്നം, വെണ്ണ ഇരുന്ന കലം കൂടി പൊട്ടിച്ചു. അപ്പൊ ഇതാണ് പരാതിയുടെ വിഷയം. ഇവിടെ ഭഗവാൻ പറഞ്ഞെന്താ? ഞാനല്ല വെണ്ണ എടുത്തത്, ഞാൻ കള്ളനല്ല. എന്താ കാരണം? ഒരു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അവകാശമുള്ളതുപോലെ, മനസ്സിലായില്ലേ? അച്ഛനും അമ്മയ്ക്കും അവകാശം വേണമെങ്കിൽ റെക്കോർഡ് വേണം, പ്രമാണവും പറ്റിയിട്ടൊക്കെ വേണം. പക്ഷെ വീട്ടിലെ കുഞ്ഞുങ്ങിന് അവകാശം വരാൻ ഇത് വല്ലതും വേണോ? ഒന്നും വേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ നിന്ന് ബന്ധം വഴിയാണെന്ന് എന്ന് നോക്കേ കോടതി ആദ്യം ചോദിക്കും, നിങ്ങൾക്ക് ഒരുമിച്ച് ശരി നിങ്ങൾ പോയിക്കോ, രണ്ടായിട്ട് പോയിക്കോ, പക്ഷേ കുഞ്ഞുങ്ങൾക്കുള്ളത് അല്ലേ ജീവനാംശം അവിടെ കൊടുക്കാൻ പറയും. അപ്പൊ പറയാം അത് പ്രമാണം മൊത്തം എൻ്റെ പേരിലാന്ന് പറഞ്ഞുകൊണ്ടും പല കാര്യമുണ്ടോ? മനസ്സിലായില്ലേ? മുതിർന്നവർക്ക് പ്രമാണവും പറ്റിയിട്ടിയും ഒക്കെ വേണം, രേഖകളൊക്കെ വേണം. പക്ഷെ കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്വത്തിൻ്റെ അവകാശം ആർക്കുണ്ട്? ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞിനുണ്ട്. അപ്പോൾ ആ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഉള്ളതുപോലെ അവകാശം ആ കുട്ടിക്കുണ്ട്. അവന് അവകാശമുള്ള വീട്ടിൽ അവൻ അവൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് വന്ന്, മനസ്സിലായില്ലേ, അവൻ അവിടെ ഇരിക്കുന്ന വസ്തുക്കൾ എടുത്ത് കൊടുക്കുമ്പോൾ അത് മോഷണമാണോ? ആണോ? ഒരിക്കലും അല്ല. കാരണം നമ്മളെ വീട്ടിലെ അച്ഛൻ നമ്മളെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ടെന്ന് വീട്ടിൽ ഇരിക്കുന്ന ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്തു, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ എടുത്തു കൊടുത്താൽ വൈകുന്നേരം ആകുമ്പോൾ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതിക്ക് പോവുമോ? എൻ്റെ വീട്ടിൽ കള്ളം കയറി പോവോ? ഒരിക്കലും പോവില്ല. എന്താ കാരണം? ആ വീട്ടിൽ അവകാശപ്പെട്ട ആളാണ്. അപ്പൊ അതുപോലെയാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ കള്ളനല്ല.
മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? ഇവരുടെ മോനാണ്, കള്ളനാണെങ്കിൽ ഇവരുടെ മോനുമാണ്. അതവർക്കറിയാം, അതവർ മറച്ചു വെക്കുകയാണ്. ഇതാണ് ഭഗവാന്റെ പാത. അതുകൊണ്ട് ഭഗവാൻ ഇത് കള്ളത്തരമാണ്. ഇനി രണ്ടാമത് ഭഗവാനോട് ചെയ്യുന്നത് കലം പൊട്ടിക്കും. എന്തിനാ ഈ കലം പൊട്ടിക്കുന്നത്? ഈ വെണ്ണ എടുക്കുന്നതിലൂടെ ഭഗവാൻ പഠിപ്പിക്കുന്നത് എന്താ? ഗോപികമാരെ, ഈ ലോകത്തുള്ളത് സർവ്വതും എൻ്റേതാണ്, അല്ലേ? ഈ ലോകത്തുള്ള സർവ്വതും യഥാർത്ഥത്തിൽ ആരുടേതാ? ഈശ്വരൻ്റേതാണ്. നമ്മളൊക്കെ അതിനകത്ത് വന്ന് അതിനകത്ത് നമ്മൾ ഒരു താൽക്കാലികമായ ഉടമസ്ഥാവകാശമേ നമുക്കുള്ളൂ. എപ്പോഴാണോ ഈ ശരീരം വിട്ടു പോകേണ്ടി വരുന്നത്, അതോടുകൂടി ആ ഉടമസ്ഥാവകാശം എന്തായി? തീർന്നു, അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പോൾ താൽക്കാലികമാണ്, ക്ഷണികമായൊരു കാലത്തേക്ക് നോക്കാൻ ഏൽപ്പിച്ചതാണ്. നോക്കാൻ ഏൽപ്പിച്ച വസ്തു യഥാർത്ഥത്തിൽ ഏൽപ്പിച്ച ആൾ തിരിച്ചു ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? യാതൊരു മമതയില്ലാതെ കൊടുത്തിട്ട് പോകണം എന്നുള്ളതുപോലെ താൽക്കാലികമാണ്. ഈ ഭാവമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വേണ്ടത്, ശരിയല്ലേ? ഈ ഭാവമാണ് എങ്കിൽ ഞാനെന്നും എൻ്റേതെന്ന അഹങ്കാരത്തിലേക്ക് ചെന്ന് പതിക്കില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം ഭഗവാൻ പറയാണ്, ഗോപികമാരെ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ എൻ്റേതാണ്. അങ്ങനെ എൻ്റേതായിട്ടുള്ളത് എടുത്ത് അവരുടേതാണെന്ന ഭാവത്തിൽ ഗോപികമാര് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ കള്ളരാരാണ്? ഗോപികമാരാണ്. യഥാർത്ഥ ഉടമസ്ഥനായ ഈശ്വരൻ്റെ സാധനം എടുത്തിട്ട് ഈശ്വരനെ കാണാതെ ഞങ്ങളുടേതെന്ന് അവകാശം ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അവരാണ് കള്ളര്. മനസ്സിലല്ലേ? അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റേതാണെന്നുള്ള ഭഗവാന്റെ ആ യഥാർത്ഥ വസ്തുതാബോധത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വെണ്ണാഭരണത്തിൽ. ഇത് കഴിഞ്ഞ് കലം പൊട്ടിക്കുന്നതോ, അതായത് ശരീരമാകുന്ന പ്രതീകമാണ് കലം. ഗോപികമാരെ, നിങ്ങൾക്കുള്ളോട് ഞാൻ നിങ്ങളുടെ പ്രണയത്തെ സ്നേഹിക്കുന്നു, മനസ്സിലല്ലേ? അതായത് ലോകത്തിലെ ഏറ്റവും മൃദുലമായ വികാരമാണ് ഏത്? സ്നേഹം, അല്ലേ? ഭക്തിയുടെ പര്യായം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഭക്തി എന്താ വെച്ചാൽ സ്നേഹമാണ്, ഭഗവാനോടുള്ള സ്നേഹമാണ് ഭക്തി. അപ്പോൾ ആ ഭക്തിയാണ് ഗോപികമാരെ സ്നേഹമായി ഭഗവാൻ സ്വീകരിക്കുന്നത്. നിങ്ങളുടെ ആ ആത്മഭാവത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഗോപികമാരുടെ മനസ്സാണ് ഏറ്റവും മൃദുലമായ വികാരം കൊണ്ട് മനസ്സ് നിറയുമ്പോൾ അത് വെണ്ണ പോലെ, മനസ്സിലല്ലേ? കട്ടിയില്ലാത്ത, കാണുമ്പോൾ വെണ്ണയ്ക്ക് കട്ടിയുള്ളതായിട്ട് തോന്നും, പക്ഷേ അതിന് കട്ടിയില്ല. അതുപോലെയായ മനസ്സിനെ സ്വീകരിക്കുന്നു ഭഗവാൻ. പക്ഷേ ശരീരത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാമിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ആ ശരീരത്തെ ഞാൻ ഒരിക്കലും കാമിക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഗോപികമാർ വരരുത്. അതുകൊണ്ടാണ് ഈ കലം പൊട്ടിച്ച് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? ശരീരത്തെ വെടിഞ്ഞ് ആ മനസ്സിനെയാണ് ആർക്ക് സമർപ്പിക്കേണ്ടത്? ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്ന ഭാവത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സമർപ്പണ ഭാവമാണ് ഗോപിക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോപികയാണ് ആര്? രാധ എന്ന് പറയുന്നത്. ഇവിടെ ഇനിയൊരു വ്യത്യാസം കൂടി നമ്മൾ ചിന്തിച്ചാൽ, ഈ ഭാഗവത കഥകളിൽ രാധയ്ക്ക് സ്ഥാനം വലുതായിട്ട് കൊടുത്തിട്ടില്ല. രാധ എന്നൊരു പേര് പോലും ഭാഗവത ചർച്ചയിൽ യഥാർത്ഥത്തിലില്ല. ആ ചർച്ച വരുന്ന ഗർഗഭാഗവതം എന്ന കൃതിയിലും മറ്റു പുരാണങ്ങളിലുമാണ് രാധ എന്നൊരു ഭാവത്തെ കൂടുതലായിട്ട് കാണുന്നത്. ഭാഗവതത്തിൽ ഉള്ള ഗോപികമാരെ കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ട ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ അപ്രകാരമുള്ള ഈ രാധ ഭഗവാനിലെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് പലപ്പോഴും ഭഗവാനെ അങ്ങോട്ട് വഴക്ക് പറയും. അപ്പോൾ ഇത് ഭഗവാന്റെ കൂട്ടുകാരനായിരുന്ന ഗോപകുമാരൻ അത് അത്രയും കൊണ്ട് പിടിക്കുന്നില്ല. തൻ്റെ സുഹൃത്തായ കൃഷ്ണനെ എപ്പോഴും അങ്ങോട്ട് രാധ വന്ന് ഭരിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഈ ഗോപകുമാരൻ രാധയോട് കലഹിച്ചു. രാധ, നീ എപ്പോഴും ഇങ്ങനെ വന്ന് കൃഷ്ണനെ കുറ്റം പറയുന്നത് ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, അവൻ ഞങ്ങളുടെ കൂട്ടുകാരനെ കൂടി, നിന്റെ മാത്രം അല്ല എന്നിങ്ങനെ പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ രാധയ്ക്ക് ദേഷ്യം വന്നു. രാധ പറഞ്ഞു, നീ ഒരു അസുരനായി പോട്ടെ. വീണ്ടും അവൻ പറഞ്ഞു, പിന്നെ നീ പറഞ്ഞാൽ അങ്ങനെ അസുരനാവാ, നീ അസുരനായി പോകും. 2 തവണ ആവർത്തിച്ചു. അപ്പോൾ അത് സത്യമായി തീരും എന്ന് മനസ്സിലാക്കിയ ഈ കുട്ടി എന്ത് ചെയ്തു? ഭഗവാനോട് യാത്ര പറഞ്ഞ് ഹിമാലയത്തിൽ പോയി ആ ദുഃഖത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി തപസ് ചെയ്ത് ശരീരത്തെ ഉപേക്ഷിച്ചു. അടുത്ത ജന്മം ഇവിടെ ശംഖചൂഡൻ എന്ന പേരിൽ ജന്മമെടുത്തു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൂടിയുള്ള ആളാണ് ഈ ശംഖചൂഡൻ. മനസ്സിലായി? ഭഗവാനിൽ ചേരാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. അപ്പോൾ ശംഖചൂഡനും പറഞ്ഞു, ഞാൻ ഭഗവാന്റെ അത്രയും അടുപ്പത്തോടുകൂടി വൃന്ദാവനത്തിലുണ്ടായ ഗോപകുമാരനാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് തുളസി പറഞ്ഞു, ഭഗവാനെ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇത്രയും കാലമായിട്ട് എനിക്ക് ആരെ നേടാൻ സാധിച്ചിട്ടില്ല? ഭഗവാനെ നേടാൻ സാധിച്ചില്ല. എന്തായാലും ഭഗവാനെ നേടാൻ സാധിച്ചില്ല എങ്കിലും ഭഗവാനോട് ബന്ധമുള്ള ഒരാളിനെ തന്നെ എനിക്ക് ഈ സമയത്ത് പരിചയപ്പെടാൻ സാധിച്ചല്ലോ. ശംഖചൂഡൻ ഈ സമയത്ത് വിവാഹാഭ്യർത്ഥന നടത്തി. തുളസി വിവാഹത്തിന് തയ്യാറായി. കാര്യം
ഭഗവാനോടൊരു ബന്ധം അല്ലേ, ആ നിലയിലെങ്കിലും ആവട്ടെ എന്ന് വെച്ചുകൊണ്ട് തയ്യാറായി. അങ്ങനെ തയ്യാറായി ആ വിവാഹാഭ്യർത്ഥനയൊക്കെ കഴിഞ്ഞു. ഭഗവാന്റെ തോഴൻ എന്ന നിലയിൽ ശംഖചൂഡന് എല്ലാവിധമായ സുരക്ഷയും ഭഗവാൻ ഒരുക്കുന്നുണ്ട്. അവസാനം അവിടെ ഈ ശംഖചൂഡൻ നേരെ വന്ന് ദേവന്മാരെയൊക്കെ ആക്രമിച്ചു. വിവാഹമൊക്കെ കഴിഞ്ഞു വന്ന് നേരെ തിരിച്ച് അസുരലോകത്ത് എത്തപ്പെട്ടു. അത് കഴിഞ്ഞ് ദേവന്മാരെ എല്ലാം ആക്രമിച്ചു, ദേവന്മാരുടെ ഒക്കെ പരാജയപ്പെടുത്തി, അങ്ങനെ അവരുടെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ പോയി കണ്ടു. ദുഃഖം വരുമ്പോൾ ദേവന്മാരെവിടെ എത്തും? ബ്രഹ്മാവിൻ്റെ അടുത്തോ വിഷ്ണു അടുത്തോ എത്തും. ഇവർ ഈ ദുഃഖങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം? ഈ ശംഖചൂഡൻ എന്ന് പറയുന്ന അസുരൻ വലിയ പരാക്രമിയാണ്. കാരണം ശംഖചൂഡനെ പരാജയപ്പെടുത്താൻ ദേവന്മാരെ കൊണ്ട് സാധിക്കുന്നില്ല. എന്താ കാരണം? ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ആർക്കുണ്ട്? ശംഖചൂഡന് ഉണ്ട്. അതുകൊണ്ടാണ് ശംഖചൂഡനെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത്. അങ്ങനെ ഇവർ ബ്രഹ്മാവ് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത്, വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ദേവന്മാരെ ഈ കാര്യത്തിൽ മാത്രം എന്നെ നിർബന്ധിക്കരുത്. ബാക്കി നിങ്ങൾ ഏത് സമയത്ത് വന്ന് അസുരന്മാരെ നിഗ്രഹിക്കാൻ പറഞ്ഞാലും മുൻപന്തിയിൽ അവതാരം എടുത്ത് ഞാൻ വരും. പക്ഷെ ഈ സമയത്ത് പറ്റത്തില്ല. എന്താ കാരണമായിട്ട് പറഞ്ഞത്? ഈ ശംഖചൂഡൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. മനസ്സിലല്ലേ? അത്രയധികം എനിക്ക് പ്രിയപ്പെട്ട ഒരാളിനെ വധിക്കുന്ന ഞാൻ മുൻകൈ എടുക്കുന്നത് തെറ്റാണ്. എൻ്റെ ഭക്തനും കൂടിയിട്ടാണ്. അസുരനാണെങ്കിൽ പോലും ഉള്ളില് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് രാധയോട് പോലും വഴക്കുണ്ടാക്കിയത് അല്ലേ? അത്രയും പ്രിയപ്പെട്ടവനാണ് ആര്? ശംഖചൂഡൻ. അതുകൊണ്ട് ശംഖചൂഡനെ വധിക്കുന്ന കാര്യത്തിൽ എന്നെ ആശ്രയിക്കരുത്. എനിക്ക് പ്രിയപ്പെട്ടവനാണെങ്കിലും ശംഖചൂഡൻ അസുരഭാവത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തികൾ അത് ധർമ്മത്തിന് വിപരീതമാണ്. അതുകൊണ്ട് ശംഖചൂഡനെ നിങ്ങൾ വധിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ ഞാൻ തടയുന്നില്ല, പക്ഷെ ഞാനത് ചെയ്യില്ല. പകരം നിങ്ങൾ ആരെ കാണണം? ത്രിപുരാന്തകിയായ മഹാദേവനെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും മഹാദേവന്റെ അടുത്തെത്തി. വിഷ്ണു ഭഗവാൻ ഇപ്രകാരം അറിയിച്ചു എന്നൊക്കെ അറിഞ്ഞ് നേരെ അവിടെ പോയി അങ്ങനെ മഹാദേവനെ കണ്ടു. ഈ സമയത്ത് മഹാദേവന് വേണ്ടിയിട്ട് വിഷ്ണു തൻ്റെ വൈഷ്ണവ ഒരു അസ്ത്രം കൂടി കൊടുത്തു അയക്കുകയും ചെയ്തു. അതായത് ശംഖചൂഡനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള അസ്ത്രവും വിഷ്ണു കൊടുത്തു. പക്ഷെ താൻ തന്നെ അത് ചെയ്യില്ല എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ശിവനെ പോയി കണ്ടു. ശിവഭഗവാനാവട്ടെ ചിത്രരഥൻ എന്നൊരു ദൂതനെ നേരെ ശംഖചൂഡന്റെ അടുത്തേക്ക് അയച്ചു. ആ ദൂതൻ ചെന്ന് ശംഖചൂഡനോട് പറഞ്ഞു, ശംഖചൂഡ, ഞാൻ മഹാദേവൻ പറഞ്ഞിട്ട് വന്നതാണ്. നീ എന്ത് ചെയ്യണം? ദേവന്മാരിൽ നിന്ന് അപഹരിച്ച മുഴുവൻ സമ്പത്തും വിട്ടുകൊടുക്കുകയും ദേവലോകം വിട്ടുകൊടുത്തുകൊണ്ട് നീ എവിടേക്ക് പോകണം? അസുരലോകത്ത് പോയി ജീവിക്കണം. ഇല്ലെങ്കിൽ നീ എന്നോട് യുദ്ധം ചെയ്യണം. ഇതാണ് ശിവന്റെ കൽപ്പന. അപ്പോൾ ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൂതാണ്. എന്താണ്? അസുരലോകത്ത് പോയി ജീവിക്കുക, ദേവന്മാരിൽ നിന്ന് പിടിച്ചെടുത്തത് മുഴുവൻ തിരിച്ചു കൊടുക്കുക. അപ്പൊ പിന്നെ പരാതിയില്ല. പക്ഷേ ഇവിടെ ശംഖചൂഡൻ എന്ത് പറഞ്ഞു? ഇത് പറയാൻ ശിവൻ എന്ത് അധികാരം? കാരണം ഞാൻ യുദ്ധം ചെയ്ത് നേടിയതാണ് അല്ലേ? ദേവന്മാർക്ക് എന്നോട് യുദ്ധം ചെയ്യാൻ പറ്റാതെ പോയതാണ്. അപ്പൊ ലോകനീതി അനുസരിച്ച് കഴിവുള്ളവൻ കാര്യം നേടും. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് കാര്യം നേടി, അതിൻ്റെ ഇടയിലേക്ക് ശിവൻ വരേണ്ട കാര്യമില്ല. യുദ്ധമാണെങ്കിൽ ശരി, യുദ്ധമാകട്ടെ എന്നുകൂടി ആര് പറഞ്ഞു? ശംഖചൂഡൻ പറഞ്ഞു. ഇത് നേരെ ചെന്ന് ശിവനോട് പറഞ്ഞു. ശിവൻ അങ്ങനെ സർവ്വ സൈന്യങ്ങളുമൊക്കെയായി നേരെ എവിടേക്കെത്തി? നേരെ ഈ ശംഖചൂഡനുമായി യുദ്ധത്തിന് വേണ്ടി തയ്യാറായി വന്നു. അങ്ങനെ യുദ്ധക്കളത്തിൽ എത്തുന്ന സമയത്ത് ശിവൻ പറഞ്ഞു നേരിട്ട്, ശംഖചൂഡ, നിന്നോട് യുദ്ധം ചെയ്യണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം വിഷ്ണു ഭക്തനാണ് എന്നൊരു തലമുണ്ട്. അതുകൊണ്ട് നിന്നോട് ഞാൻ യുദ്ധം ചെയ്യാൻ പൂർണ്ണമായും ആഗ്രഹിച്ചല്ല വന്നത്. പക്ഷെ നിന്റെ ചില പ്രവർത്തികൾ തെറ്റാണ്. നീ ആ തെറ്റ് തിരുത്തുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാം. എന്ത് ചെയ്യണം? ആ ദേവന്മാരുടെ സമ്പത്തുക്കളെല്ലാം തിരിച്ചു കൊടുത്ത് ദേവലോകവും തിരിച്ചു കൊടുത്തിട്ട് പോവുക എന്ന് പറഞ്ഞു. ഈ വേളയിൽ ശംഖചൂഡൻ ശിവനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നത്? എന്താ കാരണം? ഞങ്ങൾ സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നം അല്ലേ? ദേവന്മാരും അസുരന്മാരും യഥാർത്ഥത്തിൽ ഒരൊറ്റ പിതാവിൻ്റെ മക്കളാണ്. അങ്ങനെ നോക്കിയാൽ ഞങ്ങൾ സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നമാണ്. ഞങ്ങളുടെ പ്രശ്നത്തിനിടയിൽ ഇങ്ങനെ ഒരു പക്ഷം പിടിക്കാൻ പക്ഷപാതിയായി വരേണ്ട അവസ്ഥ കൈലാസനാഥൻ എന്തുകൊണ്ട് ഉണ്ടായി? അത് ധർമ്മമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇവിടെ ധർമാധർമ്മങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല. ഇവിടെ ചില സമയങ്ങളിൽ പൂർണ്ണമായും ചില അധർമ്മത്തെ ഇല്ലാതാക്കാൻ ചില സമയങ്ങളിൽ ചെറിയ അധർമ്മം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അത് ആ രീതിയിൽ ചിന്തിച്ചാൽ മതി എന്നുകൂടി മറുപടി പറഞ്ഞു. യുദ്ധം ഒഴിവാക്കണമെങ്കിൽ നിന്റെ മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ.
ശംഖചൂഡൻ അത് അംഗീകരിച്ചില്ല. ഇവർ തമ്മിൽ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ അതിശക്തമായ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ വെച്ചിട്ട് അവിടെ വീരഭദ്രനും ഭദ്രകാളിയും ഒക്കെ യുദ്ധത്തിലുണ്ട്. അവിടെ താരകാസുരനെ നിഗ്രഹിച്ച സുബ്രഹ്മണ്യന് പോലും ശംഖചൂഡനെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല. അങ്ങനെ ഇടയിൽ വെച്ചിട്ട് അവിടെ ഈ സുബ്രഹ്മണ്യൻ തന്നെ ബോധരഹിതനായി നിലം പതിക്കേണ്ടി വന്നു. അങ്ങനെ നിലം പതിക്കുന്ന വേളയിൽ ഭദ്രകാളി വളരെ വേഗത്തിൽ സുബ്രഹ്മണ്യനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ആ യുദ്ധഭൂമിയിൽ നിന്ന് പോയി. ബോധരഹിതനായി വീണ സുബ്രഹ്മണ്യൻ പിന്നീട് ബോധം വീണപ്പോൾ വീണ്ടും യുദ്ധസ്ഥലത്തിലേക്ക് വന്നു. അവിടെ ഗണപതിയും എല്ലാവരും അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടൊന്നും ആരെ വധിക്കാൻ പറ്റുന്നില്ല, ശംഖചൂഡനെ വധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ വിഷ്ണുവിൽ മനസ്സുറപ്പിച്ച ആളാണ് ശംഖചൂഡൻ എന്ന് മനസ്സിലാക്കിയ മഹാദേവൻ വിഷ്ണുവിനെ സ്മരിച്ചു. അപ്പൊ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മഹാദേവ, ശംഖചൂഡനെ വധിക്കണമെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ ഒരു കവചമുണ്ട്. മനസ്സിലായില്ലേ? ഭഗവാൻ തൻ്റെ ഒരു കവചം, ഒരു സംരക്ഷണം. അതിനേക്കാൾ അപ്പുറത്ത് ഈ ശംഖചൂഡന്റെ പത്നിയായിട്ടുള്ള തുളസി അത്യന്തം പതിവ്രതയാണ്. ആ തുളസി പതിവ്രതയായിരിക്കുന്നിടത്തോളം കാലം ശംഖചൂഡനെ നിഗ്രഹിക്കാൻ പറ്റും. അപ്പൊ മഹാദേവൻ ചോദിച്ചു, എന്താണ് വഴി? വിഷ്ണു പറഞ്ഞു, അതിന് വേണമെങ്കിൽ ഞാനൊരു സഹായം ചെയ്യാം. തുളസിയുടെ പാതിവൃത്യത്തിനൊരു ഭംഗം ഞാൻ വരുത്താം എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഭഗവാൻ വിഷ്ണു ശംഖചൂഡന്റെ രൂപം ധരിച്ചു. യുദ്ധം ജയിച്ചു വരുന്ന ഭാവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നേരെ ശംഖചൂഡന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അങ്ങനെ ശംഖചൂഡന്റെ കൊട്ടാരത്തിലേക്ക് ശംഖചൂഡന്റെ ഭാവത്തിൽ വിഷ്ണു കടന്നു വന്നപ്പോൾ പെട്ടെന്ന് തുളസി തൻ്റെ ഭർത്താവ് യുദ്ധം ജയിച്ചു വരുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഓടി വന്ന് തൻ്റെ ഭർത്താവിനെ വാരിപ്പുണർന്നു. അതോടുകൂടി തുളസിയുടെ പാതിവൃത്യം നഷ്ടപ്പെട്ടു. ഈ വേളയിൽ തന്നെ ശിവഭഗവാന് മനസ്സിലായി, യുദ്ധക്കളത്തിൽ വെച്ച് ആരെ ഇപ്പോൾ വധിക്കണം? ശംഖചൂഡനെ ഇപ്പോൾ വധിക്കണം. ആ സമയത്ത് ആ വൈഷ്ണവാസ്ത്രം ശംഖചൂഡനെതിരെ തൊടുത്തു. ഈ അസ്ത്രം വരുമ്പോൾ അതിന്റെ തേജസ് വർദ്ധിച്ചു വരുന്ന കണ്ടപ്പോൾ ശംഖചൂഡന്റെ കാര്യം മനസ്സിലായി. തുളസിയിൽ നിന്ന് തനിക്കുള്ള രക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ തനിക്ക് കവചം തീർത്തിരിക്കുന്ന വിഷ്ണുവിന്റെ അസ്ത്രം ശക്തി തന്നെയാണ് ഈ അസ്ത്രമായി വരുന്നത്. ശംഖചൂഡൻ സർവ്വ ആയുധങ്ങളും താഴെ വെച്ചിട്ട് അങ്ങനെ ആ വിഷ്ണുവിന്റെ അസ്ത്രത്തെ നമസ്കരിച്ച് സ്വയം മരണത്തെ വരിച്ചു. അങ്ങനെ ശംഖചൂഡൻ വധിക്കപ്പെട്ടു. ഇതേ വേളയിൽ തന്നെ തുളസിക്ക് പെട്ടെന്ന് തോന്നി, ഇത് തന്നെ ഭർത്താവല്ലല്ലോ. ഭർത്താവിന്റെ രൂപത്തിലാണ് വിഷ്ണു വന്നതെങ്കിലും പതിവ്രതാഭാവം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ ഇടയ്ക്ക് ഇന്നലെയും പറഞ്ഞിരുന്നു, ഇനി പതിവ്രതയായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് വേറെ ഏത് വേഷം കെട്ടി വന്നാലും തിരിച്ചറിയും. ഇനി വേറെ ആരെങ്കിലും ഭർത്താവിന്റെ വേഷം കെട്ടി വന്നാലും തിരിച്ചറിയും. അതാണ് ആ ഭാവം എന്ന് പറയപ്പെടുന്നു. അപ്പൊ അവിടെ ഇത് തന്നെ ഭർത്താവല്ലല്ലോ എന്നറിഞ്ഞപ്പോൾ ആകെ കോപാകുലയായി ദുഃഖിതയായി തീർന്ന തുളസി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ വിഷ്ണു പറഞ്ഞു, ഞാൻ സാക്ഷാൽ ശ്രീഹരി വിഷ്ണുവാണ്. നിന്നെ അനുഗ്രഹിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അപ്പം തുളസി പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷേ ഈ ജന്മത്തിൽ എൻ്റെ ഭർത്താവ് ശംഖചൂഡനാണ്. അപ്പൊ അദ്ദേഹത്തിനെ വഞ്ചിക്കുന്നതിന് തക്ക രീതിയിലേക്ക് നിങ്ങൾ വന്ന് കാര്യത്തിൽ ഇടപെട്ടു, അത് ശരിയായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദുഃഖത്തോടു കൂടി തുളസി തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായി. അതുപോലെ തന്നെ വിഷ്ണുവിനെ ശിലയായി പോകട്ടെ എന്ന് അങ്ങോട്ടൊരു ശാപമൊക്കെ കൊടുത്തു. അങ്ങനെ തുളസി ഈ ചെയ്ത കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ശരീരത്തെ ഉപേക്ഷിച്ചു. ആ ശരീരം ആ സ്ഥലത്ത് തന്നെ ഒരു നദിയായിട്ട് ആരംഭിച്ചു. ഗണ്ഡകി എന്ന പേരിൽ അറിയപ്പെടുന്നൊരു നദിയായത് ഉത്ഭവിച്ചു. ആ ഗണ്ഡകി എന്ന നദിയായത് ഉത്ഭവിച്ച സമയത്ത് ഭഗവാൻ ആ തുളസിയോട് ചെയ്തതിന് പശ്ചാത്താപം എന്നുള്ളതിൽ ഗണ്ഡകി നദിയിൽ തന്നെ ശിലയായി ഭവിക്കും എന്നുകൂടി ഭഗവാൻ അങ്ങോട്ട് അറിയിച്ചു. അതുപോലെ തന്നെ ആ തുളസിയുടെ ഒരു ഭാഗം നദിയായതിൻ്റെ കൂടെ ഒരു ഭാഗം സാക്ഷാൽ ലക്ഷ്മി ചേർന്നു, മറ്റൊരു ഭാഗം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭാവത്തിൽ, ഭഗവാന്റെ ഭഗ്നി ഭാവത്തിൽ, ഭഗവാന്റെ മാറിടത്തിൽ എല്ലാ സമയത്തും വന്നു ചേരുവാനുള്ള മഹാഭാഗ്യത്തോടെ തുളസി എന്ന ചെടിയായി മാറ്റപ്പെട്ടു. ഇങ്ങനെ മൂന്നായി തുളസിയുടെ ചൈതന്യം മാറ്റപ്പെട്ടു. ഈ ഗണ്ഡകിയാണ് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ബ്രഹ്മപുത്ര എന്ന നദിയായി ഒഴുകുന്നത്. നേപ്പാൾ വഴിയൊക്കെ ഒഴുകി ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. ഈ നദിയിലാണ് സാളഗ്രാമം, മനസ്സിലായില്ലേ, എന്ന നിലയിൽ ആ പാറകളായിട്ട് ആര് വസിക്കുന്നത്? സാക്ഷാൽ വിഷ്ണു ഭഗവാൻ വസിക്കുന്നത്. ഈ സാളഗ്രാമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 12 വിഗ്രഹങ്ങൾക്ക് തുല്യമാണ് ഒരു സാളഗ്രാമം.
മനസ്സിലായി? അത്രയും ചൈതന്യമുള്ള ഭഗവാനെ പൂജിക്കുന്ന പ്രത്യക്ഷ ഭഗവാന്റെ സ്വരൂപത്തിന് തുല്യമാണ് സാളഗ്രാമം. ആ സാളഗ്രാമം ഭഗവാൻ വിഷ്ണുവിൻ്റെ പേരിൽ പൂജിക്കപ്പെടുന്ന ഒന്നാണ്. പല ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ ഈ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ വിഗ്രഹം